ഇതിപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വളമിട്ട എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കായ പോലും കൊഴിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടതാ. അവസാനം കായയില്ല, പൂവുമില്ല, മരവും ഇല്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഈ മരങ്ങൾക്കും സെയിം ഉപയോഗിച്ച് കൊടുത്തതാ. എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോയ്ക്ക് വേണ്ടി കൃഷി ചെയ്യാറില്ല. കൃഷി ചെയ്യുന്നത് വീഡിയോ ആക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളുടെ അനുഭവങ്ങളും അതിൽ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നമ്മളുടെ കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് പെട്ടപ്പോൾ ഒരാളുടെ ഒരു അനുഭവം ഞാനായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണം, വേറെ ആർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവരുതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണേ. ഇത് ഈ ചെടി കണ്ട, ചെടീനെ കാണി, മുകളിലേക്ക് കുറവാണ്. ഇത് നിറയെ പൂത്ത് നിറയെ നമുക്ക് കൊല്ലങ്ങളായിട്ട് നമുക്ക് ഇതുമേന്ന് റംബുട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നല്ലൊരു തോട്ടമാണ്. 100 റംബുട്ടാൻ മരങ്ങളിൽ അധികമുണ്ട്. ഇത്രയും ഉള്ള നിറയെ ഈ വർഷം ഇപ്പോൾ 1-2 ലക്ഷം രൂപയുടെ നമ്മൾ റംബുട്ടാൻ ഇതിൽ നിന്ന് വിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത് പൂത്ത് വന്ന സീസണിൽ പലരും പറഞ്ഞു ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ നമുക്ക് കായ് ഒരുപാട് പിടിക്കും. ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ പറയണത് നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങളും കാര്യങ്ങളും കൊടുക്കുക. കൃത്രിമമായിട്ട് നമ്മൾക്കിപ്പോൾ പൂ പിടിക്കാനും അതുപോലെ കൊഴിയൽ തടയാനും ഇതൊന്നും പ്രകൃതിയുടെ വ്യത്യാസത്തിൽ, അതായത് ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് പ്രകൃതി ഈ ചെടിക്ക് അനുയോജ്യമായ രീതിയിലല്ലെങ്കിൽ അത് അതിൻ്റെ കായ്ഫലം കുറച്ചൊക്കെ കൊഴിച്ച് കളയും, അങ്ങനെ കാര്യങ്ങളുണ്ടാവും. അതേസമയം അതിന് അനുകൂലമായ രീതിയിൽ തന്നെ ക്ലൈമറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് കൊഴിയാതെയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ കൃത്രിമ മാർഗം സ്വീകരിച്ചാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വിജയിക്കാം, വിജയിച്ചില്ലെങ്കിൽ നമ്മളുടെ അനുഭവം എന്തായിരിക്കും? ഇതായിരിക്കും അനുഭവം. ലക്ഷങ്ങൾ നഷ്ടമായി. ഇതുമേ ഒരു കായ പോലും കിട്ടിയിട്ടില്ല. ഇതിന്റെ ഇലകൾ ക്ലോസ് ആക്കി കാണിച്ചു തരാം. ഇതാണ് ഇലകൾക്ക് വന്നിരിക്കുന്ന അവസ്ഥ. ഇത് കണ്ടോ, അതുപോലെയാണ് മിക്കവാറും ഇലകൾ. അപ്പോൾ ഇതിനകത്ത് പലരും നമ്മളോട് വാട്സാപ്പിലൊക്കെ പടങ്ങൾ വിട്ടിട്ട് കരിച്ചിലുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തൊക്കെ വളം കൊടുത്തു, എന്തൊക്കെ കീടനാശിനി യൂസ് ചെയ്തു? അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടതിന് ശേഷം ഞാൻ ആൻസർ പറയാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു തരാം. ഇതിനകത്ത് നമ്മൾ പൂത്ത് വരുന്ന സമയത്ത് കൂടുതൽ കായ് പിടിക്കാനും കൊഴിച്ചിൽ കുറയാനും ഇതൊക്കെ ആയിട്ട് ബോറോൺ ഇട്ട് കൊടുത്താൽ മതി, കടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് കലക്കി മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ കായ് കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മളുടെ കർഷകർ ഭൂരിഭാഗവും, എല്ലാവരും അല്ലട്ടെ ഞാൻ പറയണേ, ഭൂരിഭാഗം ആൾക്കാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്താൽ അത് കുറച്ചെടുക്കാമെന്നുള്ളതിൽ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, യൂട്യൂബിൽ നോക്കും, ഇങ്ങനെ പല ബുക്ക്ലെറ്റുകളും കാര്യങ്ങളും. അതുപോലെ നമ്മളുടെ ഈ കർഷകൻ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്ലെറ്റ് കിട്ടാനിടയായി. അപ്പോൾ അതിൽ കണ്ടത് ഈ ചെടിക്ക് നമ്മൾ മുൻകരുതലാണ് ഇത് കൊഴിയാതിരിക്കാൻ. അപ്പോൾ നിറയെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. ആ ടൈമിൽ ഈ ബുക്ക്ലെറ്റിൽ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ബോറോൺ കടയ്ക്ക വിതറി കൊടുത്താൽ. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ ചെടിയാണെങ്കിൽ 25 ഗ്രാം, വലിയ ചെടിയാണെങ്കിൽ 50 ഗ്രാം കടയ്ക്ക് വിതറി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം നനച്ചും കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കായ ഒറ്റെണ്ണം കൊഴിയില്ല, സുഖമായിട്ട് ഒരുപാട് പിടിച്ച് കിട്ടും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ നമ്മളുടെ അവസ്ഥയാണത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കായ പോലും ഇല്ല, ചെടി ആകെ ഉണങ്ങി പോണ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ നമ്മളുടെ വരുമാനവും പോയി, ചെടിയും അടുത്ത കൊല്ലത്തേക്ക് തന്നെ ഈ ചെടി പൂത്ത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മോഹം നല്ലതാണ്, അതിമോഹം പാടില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെടിക്ക് അതിൻ്റേതായൊരു കണ്ടീഷനുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഒന്നിനെയും കൂടുതൽ ദ്രോഹിക്കാതെ എല്ലാം വേണം, അങ്ങനെയുള്ള രീതിയിൽ കൊടുത്താൽ നമുക്ക് നിലനിന്നൊരു സംഭവം കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ തോട്ടത്തിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്ക് വലിയ ഫീലിംഗ് ഇല്ല, പക്ഷെ അതിൽ കൂടുതൽ ഫീലിംഗ് എനിക്കാണ്. കാരണം നമ്മൾ ചെടീനെയും കൃഷീനെയും ഒരുപാട് സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ ഇത് മേലിൽ ഇതുപോലെ ഒരു സംഭവം ആർക്കും വരാതിരിക്കാനാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളുടെ ഒരു റംബുട്ടാനുള്ള ആൾ പോലും അതിൽ കൊഴിച്ചിലിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് നേരം വെളുക്കുമ്പോൾ തുടങ്ങി കരച്ചിലാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെടികളെ പരിചരിക്കുക, കാര്യമായിട്ടുള്ള അവർക്ക് ആവശ്യമായ വളങ്ങൾ കൊടുക്കുക. ഇതൊക്കെ കൊടുത്താൽ തനിയെ അത് പൂത്തോളും കായ്ച്ചോളും. അപ്പോൾ നമ്മുടെ ചെടിയുടെ അവസ്ഥ എല്ലാവരും കണ്ടുല്ലോ.
ഇത് നിസാര രീതിയിലല്ല, എല്ലാ കാര്യങ്ങളും ഇറിഗേഷനൊക്കെ കൊടുത്തേക്കണ കണ്ട, ഇതെല്ലാ സെറ്റപ്പുകളും ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടിക്ക് വളം കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളെ ആക്കി, അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് തൂക്കി കൊടുത്തതാണ്. അല്ലാണ്ട് തൂക്കത്തിൽ മിസ്റ്റേക്ക് വന്നിട്ട് സംഭവിച്ചതല്ല. തൂക്കിയൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുമ്മ സംഭവിച്ചത് ഇതിൻ്റെ എല്ലാം പൂക്കളും കൊഴിഞ്ഞു പോയി. ഇലയൊക്കെ ഇതുപോലെ ഇതുപോലെ കരിഞ്ഞു വന്നു. ഈ ഇലയായിട്ട് കാർഷിക യൂണിവേഴ്സിറ്റിയും സകല സ്ഥലവും മണ്ണ് വരെ കൊണ്ടുപോയല്ലേ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇല പരിശോധിക്കണം, മണ്ണ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതും എടുത്തുകൊണ്ടുപോയി. അപ്പോഴും ഇത് എന്താണ് സംഭവം എന്ന് പിടുത്തം കിട്ടില്ല. അവസാനമാണ് മനസ്സിലാവണേ ഇന്നതാണ് സംഭവം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെടിയുടെ പെട്ടെന്നുള്ള ഗ്രോത്തും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ബോറോൺ അടങ്ങിയ വളങ്ങളിപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ സമ്പൂർണ്ണ വളമൊന്നും അതും ഇതൊക്കെ പറഞ്ഞ് 100 പേരുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം പലർക്കും പല മെൻറ്റാലിറ്റി ആണല്ലോ, പെട്ടെന്ന് കായ്ച്ചു കിട്ടണം കാര്യങ്ങൾ. അപ്പം നമ്മൾ എപ്പോഴും ആ ചെടിക്ക് വളരാനുള്ള ഒരു സാവകാശവും അതിനാവശ്യമായ വളങ്ങൾ ജൈവവളമാണ് കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ചെടിക്ക് കാര്യമായിട്ട് വലിയ കേടുവൊന്നും വരില്ല. പിന്നെ ചിലർ വന്നേച്ചും ഇപ്പോൾ ഈ ചെടീനെ കാണിച്ചേച്ചും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഈ ചെടിയുടെ ഫോട്ടോ ഇട്ടേച്ചു എന്തുകൊണ്ട് അത് കരിയണേന്ന് ചോദിച്ചാൽ എന്ത് മറുപടി എനിക്ക് പറയാൻ പറ്റും? അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് നിങ്ങളെന്ത് വളമൊക്കെ ഇട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും റംബുട്ടാൻ പെട്ടെന്ന് കായ്ച്ച് കിട്ടാനും ഇതൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. എന്നാലും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം എല്ലാ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ കർഷകന് വന്ന അനുഭവം മെയിലിൽ ഒരാൾക്കും വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വളമിട്ട എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കായ പോലും കൊഴിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. അവസാനം കായയില്ല, പൂവില്ല, മരമില്ല എന്നുള്ള അവസ്ഥയായി. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ട് പറഞ്ഞോണം. ഇപ്പം നമുക്കൊരു കൊച്ചി പറക്കുമ്പോൾ കറുത്ത കൊച്ചാണെങ്കിൽ അതിനെ കുളിപ്പിച്ച് വന്നാലും അത് വെളുത്ത് വരില്ല. അത് കാരണന്മാരുടെയൊക്കെ ആകെ ഒരു കളറും കാര്യങ്ങളൊക്കെ വന്നെ. അപ്പം എന്ന് പറഞ്ഞോണം നമ്മൾ ചെടീനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളതെല്ലാം കൊടുക്കുക, അനാവശ്യമായിട്ടൊന്നും കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ല, ഞാൻ പറയണ്ടല്ലോ ഉള്ളു. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ നമ്മൾ ബോറോൺ കൊടുത്തതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിറയെ പൂത്ത കമ്പുകളാണ്. ഇതൊക്കെ കണ്ട ഉണങ്ങി എല്ലാനും നിറയെ പൂത്തിട്ട് പൂക്കൊലകളാണ് ഈ കാണുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങി കരിഞ്ഞ് പോയിരിക്കുക. ഇതുപോലെ ഈ മരങ്ങളെല്ലാം ഇപ്പം ആ മരത്തുമ്മയൊക്കെ നിറച്ച് കൊലകളാണ്, ഒരു കായ പോലും ഇല്ല. ഇനി ഇതിൻ്റെ ക്ഷീണം മാറി കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 വർഷം പിടിക്കും വീണ്ടും ഇത് പഴയ സ്ഥിതിയിലേക്ക് ആയി കിട്ടാൻ. ഇപ്പം നമ്മൾ റംബുട്ടാൻ്റെ ആ ഇല കരിഞ്ഞ് നിൽക്കുന്നതും പൂക്കൾ കൊഴിഞ്ഞു പോയതും എല്ലാം കണ്ടു. ആ കൂട്ടത്തിൽ തന്നെ ഇത് കണ്ടോ, ആ തോട്ടത്തിൽ തന്നെയാണ് നിറയെ മാങ്കോസ്റ്റിൻ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ മരങ്ങൾക്കും സെയിം ഉപയോഗിച്ച് കൊടുത്തതാണ്. പക്ഷേ ഈ മരങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ സെയിമായിട്ട് മാങ്കോസ്റ്റിനും ഇട്ടു, ജാതിക്കും ഇട്ടു. പക്ഷേ ഈ 2 ചെടികൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും കൂടുതൽ പരീക്ഷണം നടത്താതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.